ഇപ്പം ഈ സിനിമയുടെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ 99 ശേഷം ഒരു ഇടവേള, വീണ്ടും ഇടയ്ക്ക്, അങ്ങനെ ഈ ഇടവേളകൾ എന്തുകൊണ്ടുണ്ടായി എന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് അഭിനയിക്കാൻ വന്നതല്ലല്ലോ, എന്തോ യാദൃശ്യമായിട്ട് ആരോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പോയി ചെയ്തു എന്നല്ലാണ്ട് അന്ന് അഭിനയിക്കാൻ, ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സ്വപ്നം കാണുന്നില്ല, ഒന്നുമില്ല. അത് വിളിച്ചു, അഭിനയിച്ചു. അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഇങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യാമോ എന്ന് ചോദിച്ചു, അഭിനയിച്ചു. അത് തന്നെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അങ്ങനെ അഭിനയിച്ചു, അത്രേ ഉള്ളൂ. അത് പിന്നെ ഇതെൻ്റെ ഒരു പ്രൊഫഷൻ ആവുമെന്നോ. ഞാൻ ആ സമയത്തും രാവിലെ എണീറ്റ് പേപ്പർ നോക്കില്ല. ആ ടൈമിൽ അതിന് മുന്നേ രാവിലെ എണീറ്റിട്ട് പേപ്പർ നോക്കും, എവിടെയാണ് എന്താണ് ഒരു ജോലി കിട്ടുക, എന്തെങ്കിലും വേക്കൻസി ഉള്ളത്. അത് മൊത്തം ഇങ്ങനെ ഒരു കോളം ഉണ്ടാവുമല്ലോ, കുറേ ഒരു പേപ്പർ കംപ്ലീറ്റ് 2 പേപ്പറായിട്ട് ഉണ്ടാവും അല്ലേ. ഇപ്പം നോക്കാത്തതുകൊണ്ട് അറിയില്ല. നോക്കുവാണ്ട് എവിടെയാണ് വേക്കൻസി എന്ന് എല്ലാ ദിവസവും അരിച്ചു വർക്കിരുന്ന് വായിക്കും. 1-2 സ്ഥലത്തൊക്കെ 1-2 അല്ല, കുറേ സ്ഥലത്ത് ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഓരോരോ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അച്ഛനെ വീട്ടിൽ, അച്ഛന് മറ്റേ ഊണിൻ്റെ ഐലൻഡിൽ ഊണ് കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു. അപ്പോൾ അച്ഛനെ സഹായിക്കും. അപ്പോൾ അച്ഛൻ എനിക്ക് ചെറിയ കുഞ്ഞു പൈസയൊക്കെ തരും, ചിലപ്പോൾ 5 രൂപയൊക്കെ തരും. അപ്പോൾ അത് കൂട്ടി വെക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി അത് കൂട്ടി വെച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കും, അല്ല അച്ഛൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴും ഒരു ജോലി ഇവിടെയും വിളിച്ചു, അവിടെ നിന്ന് എന്തോ കിട്ടി, അത്രേ ഉള്ളൂ അതിനെ കണ്ടിട്ടുള്ളൂ. നെക്സ്റ്റ് അടുത്ത ജോലിയാണ് നോക്കുന്നത്, അല്ലാണ്ട് സിനിമ വേണം സീരിയൽ വേണമെന്നും പറഞ്ഞ് അന്ന് ഞാൻ ആരടുത്തും ചോദിച്ചതുമില്ല, പോയതുമില്ല. പിന്നെ എവിടെയോ ഇതേപോലെ ആരോ വിളിച്ചു. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ നാടകത്തിൽ അഭിനയിച്ചു. അതിനുശേഷമാണ് അഗ്നിസാക്ഷി ചെയ്തതിന് ശേഷമാണ് നാടകത്തിൽ അഭിനയിക്കണേ. ഇതെല്ലാം പറയുമ്പോഴും അവസരങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടില്ലേ ചേച്ചി? അങ്ങനെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ കൈരളിയിലാണല്ലോ ലൈവായിട്ട് പിന്നെ അങ്ങ് പോണത്. കൈരളിയിൽ വന്നതിന് ശേഷം എപ്പോഴും എനിക്കൊരു ഈശ്വരൻ കൂട്ടുണ്ടായിരുന്നു. എപ്പോഴും ഈ ഗുരുവായൂരപ്പനും മൂകാംബികയും ഇങ്ങനെ കൂട്ടു നിൽക്കുകയാണ്. അപ്പോൾ കൈരളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു കൈരളിയിൽ നിന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയാൽ എനിക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ചാൻസ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കുറേ പേര് 5 സ്ത്രീകൾ ഇതേപോലെ തന്നെ സ്പോട്ട് ഇതായിരുന്നു. അപ്പോൾ അല്ല കൈരളിയിൽ ഞാൻ ആദ്യം ചെയ്ത അടുക്കളപ്പുറം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അല്ല, അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. ആദ്യം ഞാൻ വരണതെന്ന് വെച്ചാൽ ഈ അഗ്നിസാക്ഷി കഴിഞ്ഞിട്ട് വരണത് കൈരളിയിലേക്കാണ്. അപ്പൊ അതാണല്ലോ അഗ്നിസാക്ഷി, നമ്മളിതൊരു ഒരു ജോലിയായിട്ടൊന്നും എടുത്തിട്ടില്ല, ഒരു രസം പോയി അഭിനയിച്ച് അത്രേ ഉള്ളൂ. ശോഭനയൊക്കെ കാണുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് മറ്റേ ഡയറക്ടർ ശ്യാമപ്രസാദ് സാറാണ്. പക്ഷെ ഇത്രയും വലിയ ഡയറക്ടറാണ് അതൊന്നും എനിക്കറിയില്ലല്ലോ. ശോഭന മാമിനെ മാത്രം അറിയാം, വേറെ ആരെയും അറിയില്ല. പിന്നീടാണ് സാറിനെയൊക്കെ കണ്ടപ്പോൾ, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴും അറിയണം, അയ്യോ ഇത്രയും വലിയ ഡയറക്ടറായിരുന്നു, അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചൊക്കെ പിന്നീട് ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം അറിയണം, അന്നതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കൈരളിയിലെ ഈ അടുക്കളപ്പുറം കഴിഞ്ഞ് ഇറങ്ങി, അടുക്കളപ്പുറം കുറേ പോയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ജീവൻ ടി വിയിൽ ഏതോ ഒരു പ്രോഗ്രാമും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൈരളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഇഷ്ടം പോലെ സീരിയലായിരുന്നു. ഒരേ ടൈം 9 സീരിയലാണ് ഞാൻ പിന്നെ ചെയ്യണം, എപ്പോൾ നോക്കിയാലും. അപ്പോൾ എല്ലാവരും പറയണേക്കെ ഏത് ചാനൽ നോക്കിയാലും ഉണ്ടല്ലോ, നിന്നെ ഏത് ചാനൽ നോക്കിയാലും ഉണ്ടല്ലോ എന്ന് പറയും. അപ്പം ഞാൻ പറയും ജീവിക്കണ്ടേ, ഒന്നും ഞാൻ കളയില്ല. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് നല്ല പൈസ കിട്ടുന്നുണ്ട്. ഒരു ദിവസം തന്നെ 2-3 ലൊക്കേഷനിൽ അഭിനയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ നിൽക്കുമ്പോൾ 3 ലൊക്കേഷനിലൊക്കെ സീരിയലൊക്കെ. അന്നൊക്കെ എന്ന് വെച്ചാലേ ഞങ്ങളിപ്പോൾ ഒരു 6:15, 6:30 ആകുമ്പോൾ വണ്ടി വരും. നമ്മൾ ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 9:30 വരെ അല്ല ഷൂട്ട്. ഷൂട്ട് ചിലപ്പോൾ വെളുപ്പിന് 5:30 വരെയൊക്കെ പോകുന്നുണ്ട്. അന്ന് ഈ ലിമിറ്റ് ഒന്നും ഇല്ല, അന്ന് ഈ സംഘടനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു സീൻ തീർന്നില്ല, അത് ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. വെളുപ്പിന് 2:30 മണിക്കൊക്കെ ഐസിന്റെ പുറത്ത് കിടന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഐസില്ലേ, ഐസ് കട്ട, ആ ഒരു സീരിയലിൽ ഞാൻ അഭിനയിച്ചു. ഐസ് കട്ടയുടെ പുറത്ത് കൊല്ലാൻ വേണ്ടി കിടത്തുന്നുണ്ട്. അപ്പം അങ്ങനത്തെ നമ്മളൊക്കെ ഒരുപാട്, അന്നത്തെ ഇപ്പോഴത്തെ തലമുറയല്ല, അന്നത്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഉച്ച വരെ ചിലപ്പോൾ ഒരു ലൊക്കേഷനിലായിരിക്കും ഡേറ്റ് കൊടുത്തത്. അതിനുശേഷം ചിലപ്പോൾ വൈകിട്ട് 5 മണി വരെയൊക്കെ വരാൻ അടുത്ത ലൊക്കേഷനായി, അത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേ ലൊക്കേഷനിൽ പോകണം. അപ്പം അങ്ങനെയൊക്കെ ഓടി നടന്ന് ഓരോ ലൊക്കേഷനിലും പോയി അങ്ങനെയാണ് ഈ വീടുണ്ടായത്. അങ്ങനെ പോയാണ് ഈ സ്ഥലവും വീടും ഉണ്ടായത്. അന്നേ ചേച്ചിയുടെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടും ഇത് വേണം എന്നുള്ളത്. അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഒരു സ്വന്തമായിട്ട് എനിക്കൊരു വീട് വേണമെന്ന്. അത് വേറെ ഒന്നുമല്ല, വീട് ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും അതിന് നമുക്ക് വേദനിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളോട് ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല.
അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് വീടില്ലാത്തതിന്റെ പേര്. കാരണം പിന്നെ ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം തന്നെ ഇപ്പൊ ഞാൻ വാടകയ്ക്കൊക്കെ താമസിക്കാൻ ചെല്ലുമ്പോൾ ഭർത്താവ് ഇല്ല എന്ന് പറയുമ്പോൾ വീടില്ല, സീരിയൽ അഭിനയിക്കുകയാണ്, വീടില്ല. ഒരു സ്ത്രീ 2 കുട്ടികളായിട്ട് വന്നിരിക്കുകയാണ്, സീരിയൽ നടി, വീടില്ല. അപ്പൊ അങ്ങനെ പലപ്പോഴും ഒരുപാട് ഏറ്റവും കൂടുതൽ ഞാൻ ലൈഫിൽ അനുഭവിച്ചത്, എന്നെ കുട്ടികൾക്കൊന്നും അറിയില്ല ഒരിക്കലും, ചിലപ്പോൾ ഇത് കാണുമ്പോഴായിരിക്കും അത്ര അനുഭവിച്ചിട്ടുണ്ട് വീടില്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായതാണ് ഒരു വീട്, പ്രത്യേകിച്ചും ഭർത്താവില്ലാത്ത സ്ത്രീകളോടെ കാണുന്ന എല്ലാവരും ഭയങ്കര അധികാരമാണ് നമ്മളുടെ അടുത്ത്, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ.